എന്താ നീ നോക്കി നിൽക്കുന്നേ? അല്ല ഏട്ടത്തി, നീലിമ കാവില് വിളക്ക് വയ്ക്കാൻ പോയിട്ട് കാണാനില്ല. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. വേണ്ട, നീ പോകണ്ട. പോകണ്ടാന്നോ? എന്താ ഏട്ടത്തി, ഞാൻ നോക്കിയിട്ട് വരാം. അവൻ ഇരുട്ടിലേക്കിറങ്ങി കാവ് ലക്ഷ്യമാക്കി നടന്നു. വിട്, എന്നെ വിട്, എന്നെ ഒന്നും ചെയ്യരുത്, വിട്. അയാൾ നീലിമയുടെ വാ പൊത്തിപ്പിടിച്ചു. നീലു! അവൻ അലറി. ഗൗരി! ശ്രീനാഥ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ശ്രീനാഥ് കിതച്ചുകൊണ്ട് ചുറ്റും നോക്കി. താനിപ്പോഴും ഹോസ്പിറ്റലിലാണെന്ന് ശ്രീനാഥിന് മനസ്സിലായി. കഴുത്തിൽ കിടന്നിരുന്ന സ്റ്റെതസ്കോപ്പ് ഊരി ശ്രീനാഥ് മേശമേൽ വെച്ച് ബാത്റൂമിലേക്ക് കയറി. പൈപ്പ് തുറന്ന് ഉള്ളംകൈയിലേക്ക് വീണ വെള്ളം കൊണ്ട് അവൻ മുഖം കഴുകി കണ്ണാടിയിലേക്ക് നോക്കി. ശ്രീനാഥ് കണ്ണുകൾ അടച്ചു നിന്നു. ഇല്ല ശ്രീയേട്ടാ, ആരെങ്കിലും കാണും, എനിക്ക് പേടിയാ. ആരും കാണില്ല, ഒരു ഉമ്മയല്ലേ, അതും കവളത്ത്. നീ പ്രോമിസ് ചെയ്തതാ MBBS റാങ്ക് വാങ്ങിയാൽ തരാമെന്ന്. ഇല്ലേ നോക്കിക്കോ, PG ഞാൻ കോഴിമുട്ട വാങ്ങി വരും. ശ്രീനാഥ് തിരിഞ്ഞു നിന്നു. ഗൗരി ശ്രീയുടെ തോളിൽ കൈവച്ചു. ശ്രീ ഗൗരിയെ തിരിഞ്ഞു നോക്കി. അങ്ങനെയൊന്നും പറയല്ലേ, ശ്രീയേട്ടൻ PG റാങ്ക് വാങ്ങും. വാങ്ങണമെങ്കിൽ താ വേഗം. ശ്രീ മുഖം തിരിച്ച് കവൾ കാണിച്ചു കൊടുത്തു. ഗൗരി ചെറുതായി ശ്രീയുടെ കവളിൽ ചുണ്ടുകൾ അമർത്തി ശ്രീയെ തള്ളി മാറ്റി ഓടി. എടീ, പറ്റിച്ചല്ലേ എന്നെ? നിന്നെ എന്റെ കയ്യിൽ കിട്ടും കാന്താരി. ആ, അതപ്പോളല്ലേ. കുളപ്പടവുകൾ ഓടിക്കയറുമ്പോൾ ഗൗരി വിളിച്ചു പറഞ്ഞു. ശ്രീ! ഡോക്ടർ അരുണിന്റെ വിളിയാണ് ശ്രീനാഥിനെ ചിന്തയിൽ നിന്നുണർത്തിയത്. ഗൗരി, ഐ മിസ് യു ഡി. ശ്രീ മുഖം തുടച്ച് ക്യാബിനിലേക്ക് ചെന്നു. നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞോ? അരുൺ ചെയറിലിരുന്നു. നിന്റെയോ? ശ്രീ ചോദിച്ചു. എന്റെയും കഴിഞ്ഞു. നീ പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്കണേ, എന്റെ കാർ സർവീസിന് കൊടുത്തിരിക്കുക. ശ്രീ മൂളിക്കേട്ടു. എന്താടാ നീ ആകെ ഓഫായിരിക്കുന്നേ? വീണ്ടും ആ സ്വപ്നം കണ്ടോ? അരുൺ ശ്രീയെ നോക്കി. കണ്ടു, അതേ സ്വപ്നം. എഗെയിൻ? ഇറ്റ്സ് അൺബിലീവബിൾ മാൻ. ഒരേ സ്വപ്നം തുടർച്ചയായി കാണുന്നത്. അരുൺ എഴുന്നേറ്റു. അതേടാ, തുടർച്ചയായി ഇതേ സ്വപ്നം കാണുന്നു. ശ്രീ ബാഗ് എടുത്ത് തോളിലിട്ടു. വെയിറ്റ്, എന്താ നിന്റെ കഴുത്തിൽ? അരുൺ ശ്രീയുടെ അടുത്തേക്ക് ചെന്നു. എന്താ അരുൺ? ശ്രീ ചോദിച്ചു. ഇതെന്താടാ കഴുത്തിലൊരു മുറിവ്? ചോര പൊടിഞ്ഞിട്ടുണ്ടല്ലോ. അരുൺ ശ്രീയെ നോക്കി. ഇതാരോ മാന്തിയ പോലുണ്ടല്ലോ. ഞാനറിയാതെ ഏതെങ്കിലും വലയ വീണോ നീ? അരുൺ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. ശ്രീ അരുണിനെ ഒന്ന് തറപ്പിച്ചു നോക്കി. ജസ്റ്റ് ഫൺ മാൻ, എനിക്കറിഞ്ഞൂടെ നിന്നെ. ബട്ട് ഇതെങ്ങനെ ഉണ്ടായി? ലിവ് ഇറ്റ് മാൻ, നമുക്ക് പോകാം. ഞാനൊരു കാര്യം അറിഞ്ഞു, നീ ലീവ് എടുത്തൂന്ന്. അരുൺ ഡ്രൈവ് ചെയ്യുന്ന ശ്രീയെ നോക്കി ചോദിച്ചു. എടുത്തു. എന്നിട്ടെന്താ നീ എന്നോടൊന്ന് പറയാതിരുന്നേ? ഞാൻ ലീവിന് അപ്ലൈ ചെയ്യില്ലേ? അരുൺ നിരാശയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ലീവ് കിട്ടുമെന്ന് കരുതിയല്ല കൊടുത്തത്. ലീവ് തന്നില്ലെങ്കിൽ റിസൈൻ ചെയ്യുമെന്ന് ഞാൻ MDയോട് പറഞ്ഞപ്പോൾ തന്നതാ. അല്ലെങ്കിൽ 2 മാസത്തേക്ക് ആരെങ്കിലും ലീവ് തരുമോ? നീ റിസൈൻ ചെയ്താൽ MD ഹോസ്പിറ്റൽ പൂട്ടിക്കെട്ടി എടുത്തു വെക്കേണ്ടി വരുമെന്ന് അങ്ങേർക്കറിയാം. അതാ നിനക്ക് ചോദിച്ച് ലീവ് തന്നത്. അല്ല, എന്താ ഇപ്പൊ പെട്ടെന്ന് ലീവെടുത്തേ? അമ്മ വിളിച്ചിട്ട് ഒരു സ്വസ്ഥതയും തരുന്നില്ല. എന്റെ പിറന്നാളാണ് വരുന്നേ. പിന്നെ തറവാട്ടിൽ അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. പിന്നെ ഉത്സവമാണ് വരുന്നേ. അതിനൊക്കെ ഈ വർഷം എന്തായാലും പങ്കെടുക്കണം എന്നാ അച്ഛന്റെ ഓർഡർ. ആഹാ, എന്നാൽ ഞാനും ലീവിനൊന്ന് അപ്ലൈ ചെയ്യട്ടെ. കിട്ടിയാൽ നേരെ നിന്റെ തറവാട്ടിലേക്ക് പോരു മോനെ, കാണേണ്ടത് തന്നെയാ. നീ വരിക്കാശ്ശേരി മന എന്ന് കേട്ടിട്ടില്ലേ? മറ്റേ നമ്മുടെ 6-ാം തമ്പുരാനിലെ മന. ശ്രീ ചോദിച്ചു. ആ അറിയാം, പാലക്കാടല്ലേ അത്? അരുൺ ചോദിച്ചു. യെസ്, അതിന്റെ 2 ഇരട്ടി വലിപ്പമുണ്ട് എന്റെ തറവാട്, കാളിയാർ മന. ആകെ മൊത്തം 16 റൂമുകളുണ്ട് മനയിൽ.
അതിൽ 14 ഉപയോഗിക്കുന്നത്. ബാക്കി 2 ഒന്ന് ഭഗവതിയെ കുടിയിരുത്തിയിരിക്കുന്ന മുറി, മറ്റൊന്ന് തുലാമാസത്തിലെ ആയില്യനാളിൽ മാത്രം തുറക്കുന്ന നാഗരാജാവിനെ കുടിയിരുത്തിയ മുറി. ആ മുറിക്കകത്ത് 5 നാഗങ്ങളുണ്ട്. 4 കരിനാഗങ്ങളും 1 സ്വർണനാഗവും. ആ സ്വർണനാഗം നാഗരാജാവിന്റെ പ്രതിഷ്ഠയെ സദാസമയവും ചുറ്റിപ്പിണഞ്ഞു കിടക്കും. ശ്രീ പറഞ്ഞു. അരുൺ ഭയത്തോടെ ശ്രീയെ നോക്കി. അതൊന്നും ചെയ്യില്ലേടാ? നോ മാൻ, അവയൊന്നും ചെയ്യില്ല. ഇതുകൂടാതെ നാഗക്കാവ്, രക്ഷസിനെ കുടിയിരുത്തിയ കാവ്, അങ്ങനെ ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ വചാരദാനങ്ങളും ഉണ്ടവിടെ. ആക്ച്വലി ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടവിടെ. ഇത്രയും വലിയ തറവാട്ടിൽ ജനിച്ച നീയാണോ മകനെ ഈ ബാംഗ്ലൂരിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിടന്ന് കറങ്ങുന്നേ? സ്വന്തമായി ഒരു ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള വകുപ്പൊക്കെ മനയിൽ കാണില്ലേ? 1 അല്ല 9 ഹോസ്പിറ്റൽ പണിയാനുള്ള ആസ്തിയുണ്ട് തറവാട്ടിൽ, ശ്രീ പറഞ്ഞു. അതൊക്കെ കുടുംബസ്വത്തല്ലേടാ? അരുൺ ശ്രീയെ നോക്കി. കുടുംബസ്വത്ത് തന്നെയാ, പക്ഷെ എല്ലാവർക്കും അവകാശമില്ല അതിൽ. ആ സ്വത്തുക്കൾക്ക് അവകാശമുള്ള ആള് ഓരോ തലമുറയിലും ജനിക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവർക്കേ എല്ലാറ്റിലും അധികാരം കാണിക്കാനാകൂ, ശ്രീ പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടോ? അരുൺ ചോദിച്ചു. ഉണ്ടരുൺ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തുലാമാസത്തിലെ ആയില്യനാളിൽ ജനിച്ച ആൾക്ക് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂന്ന്. എന്റെ അച്ഛന്റെ ജനറേഷനിൽ ആ നാളിൽ ആരും ജനിച്ചില്ല. ബട്ട് എന്റെ ജനറേഷനിലുണ്ട്. ആരാടാ അഭാഗ്യവാൻ? അരുൺ പ്രതീക്ഷയോട് ചോദിച്ചു. ഞാൻ തന്നെ. തുലാമാസത്തിലെ ആയില്യനാളിൽ രാത്രി 2-ാം യാമത്തിൽ ജനിച്ച ശ്രീനാഥ് തമ്പി, ശ്രീ പറഞ്ഞു. ഓഹ്, വാട്ട് ദ... അരുൺ കണ്ണുമിഴിച്ച് ശ്രീയെ നോക്കി. നീ ഭാഗ്യവാൻ തന്നെ. ശ്രീ ഒന്ന് പുച്ഛിച്ചു. ഭാഗ്യവാൻ? എന്താടാ ഒരു പുച്ഛം? കഴുത്തിൽ കെട്ടിയൊരു കയറാണ് മകനെ നീ ഇപ്പൊ പറഞ്ഞ ഭാഗ്യം. എല്ലാ സ്വത്തുക്കളും അനുഭവിക്കാൻ 10-ൽ 10 പൊരുത്തത്തോടെ കയറി വരുന്ന പെണ്ണും കൂടി വേണം. അങ്ങനെയൊക്കെ ഉണ്ടത്രേ കോപ്പ്. വെറുതെ അല്ല ശ്രീ നീ ഇങ്ങനെ ഓരോ സ്വപ്നം കാണുന്നേ. ഇങ്ങനെയൊക്കെ ഓരോ ആചാരങ്ങളല്ലേ നിന്റെ തറവാട്ടിൽ. ഏതെങ്കിലും കള്ളിയങ്കാട്ട് നീലിയുണ്ടോന്ന് നോക്ക് തറവാട്ടിൽ. അരുൺ വീണ്ടും കാറിന് വെളിയിലേക്ക് നോക്കിയിരുന്നു. ശ്രീ ചിരിച്ചു. അല്ല, നീ എപ്പോഴാ പോകുന്നത്? അരുൺ ചോദിച്ചു. വൈകിട്ട് കൊച്ചിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ കാർ എന്റെ ഫ്രണ്ടിന്റെ അടുത്തുണ്ട്. അവൻ അതുമായി എയർപോർട്ടിൽ വരാമെന്ന് പറഞ്ഞു. ശ്രീ അരുണിന്റെ ഫ്ലാറ്റിന് മുൻപിൽ കാർ നിർത്തി. അപ്പോ ഓക്കേടാ, എത്തിയിട്ട് വിളിക്ക്. ഹാപ്പി ജേണി. താങ്ക്സ് ഡാ. ഓക്കെ, ബൈ. എന്നാലൊരു നിലവിളക്ക് കത്തിച്ച് വെക്ക, ചൈത്രൻ പണിക്കർ പറഞ്ഞു. ശ്രീജേ, ആ നിലവിളക്ക് കത്തിച്ചിങ്ങ് കൊണ്ടുവന്നേ, സഹദേവൻ ഭാര്യയോട് പറഞ്ഞു. ശ്രീജ നിലവിളക്ക് കത്തിച്ച് രാശിപ്പലകയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നു വെച്ചു. സഹദേവന്റെ ഇളയ മകൻ ശ്രീനാഥിന്റെ ജാതകമല്ലേ നോക്കേണ്ടത്? അതേ തിരുമേനി, കുഞ്ഞിലക്ഷ്മി അമ്മ പറഞ്ഞു. സഹദേവൻ ശ്രീനാഥിന്റെ ജാതകം തിരുമേനിക്ക് കൈമാറി. തുലാമാസത്തിലെ ആയില്യം, രാത്രി 2-ാം യാമത്തിൽ ജനനം. തുലാമാസത്തിലെ ആയില്യം എന്തെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ ഈ മനയിലുള്ളവർക്ക്. അറിയാൻ തിരുമേനി, കുഞ്ഞിലക്ഷ്മി അമ്മ പറഞ്ഞു. രാശാധിപൻ ചന്ദ്രൻ. രാശാധിപനായ ചന്ദ്രൻ ആയില്യത്തിന്റെ 5-ാം ഭാവമായ വൃശ്ചികത്തിൽ നീചനും വൃശ്ചികത്തിന്റെ ആധിപനായ കുജൻ കർക്കിടകത്തിൽ നീചനുമാണ്. അതായത് വീട്ടുകാരിൽ നിന്നും അകന്നു നിൽക്കുന്നു. നക്ഷത്രാധിപൻ ബുധനാണ്. ഏത് കാര്യവും സംശയത്തോടെ നോക്കിക്കാണൂ. വിവാഹ ജീവിതം സുഖകരമല്ല. 7-ാം ഭവാധിപൻ ശനി 8ന്റെ ആധിപത്യത്തിൽ കൂടി നിൽക്കുന്നു. മാത്രമല്ല 7-ാം ഭാവാധിപനായ ശനിയുടെ ശത്രുസ്ഥാനത്താണ് ചന്ദ്രൻ. ഭാര്യയുമായി അത്ര രസത്തിലാകില്ല. വിവാഹ ജീവിതം സ്വസ്ഥതയില്ലാത്തതായിരിക്കും. പിന്നെ അറിയാലോ, ചോദ്യ നക്ഷത്രക്കാരിയായ കുട്ടി വേണം ഇതൊക്കെ ഒരുവിധം നിയന്ത്രണവിധേയമാക്കാൻ. പക്ഷേ ഇവിടുത്തെ ആയില്യനാളുകാരന്റെ ഭാര്യയായി വരുവാൻ കുറച്ച് കടമ്പകളുണ്ടല്ലോ. ഉണ്ട് തിരുമേനി, സഹദേവൻ പറഞ്ഞു. ഈ ജാതകക്കാരൻ ഇപ്പൊ ഇവിടെ ഉണ്ടോ? പണിക്കർ ചോദിച്ചു. ഇല്ല, ശ്രീകുട്ടൻ ബാംഗ്ലൂരാണ്. ഇന്ന് രാത്രി എത്തും, സഹദേവൻ പറഞ്ഞു. പാടില്ല, വരേണ്ടെന്ന് പറയാ.
ഇപ്പൊ തന്നെ വിളിച്ചു പറയാ. പണിക്കർ പരിഭ്രാന്തനായി പറഞ്ഞു. എന്താ തിരുമേനി? കുഞ്ഞിലക്ഷ്മി അമ്മ ചോദിച്ചു. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കാളിയാർമനയിലുള്ളവർ മറന്നു കാണും. പക്ഷെ വലിയടത്തുകാര് ഇന്നത്തെ ദിവസം മറക്കില്ല. അതും ഇന്ന് അമാവാസിയാണ്. വരണ്ടാന്ന് വിളിച്ചു പറയാ. അപ്പോൾ തന്നെ സഹദേവൻ ഫോണെടുത്ത് ശ്രീയെ വിളിച്ചു. സ്വിച്ച് ഓഫ് ആയിരുന്നു. സ്വിച്ച് ഓഫ് ആണല്ലോ. അവനെ അല്ലെങ്കിലും വിളിച്ചാ കിട്ടും അച്ഛാ. ഏതു നേരവും സ്വിച്ച് ഓഫ് തന്നെ, ശ്രീശാന്ത് പറഞ്ഞു. ഫ്ലൈറ്റ് ലേറ്റായോ? ഏതോ ഒരു സെൻട്രൽ മിനിസ്റ്റർ വരുന്നു. എല്ലാ ഫ്ലൈറ്റ് ലേറ്റാണ്, ശ്രീ കൂട്ടുകാരനോട് പറഞ്ഞു. എടാ, രാത്രിയായില്ലേ, ഞാൻ കൂടി വരണോ? ഏയ് വേണ്ടടാ, ഞാൻ പോയിക്കോളാം. നീ എങ്ങനെ പോകും? എന്റെ കസിന്റെ ഫ്ലാറ്റ് ഇവിടെയാ. ഞാനിന്ന് അവിടെ സ്റ്റേ ചെയ്യും. അപ്പോ ഓക്കേടാ, പിന്നെ കാണാം. ശ്രീ കൂട്ടുകാരന് കൈകൊടുത്തു പിരിഞ്ഞു. 1-2 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം ശ്രീ നാട്ടിലെത്തി. കിള്ളിമംഗലം എന്ന ബോർഡിലേക്ക് ശ്രീ കാറിന്റെ ഗ്ലാസ് താഴ്ത്തി നോക്കി. ഫൈനലി എത്തി. ഇനിയിപ്പോ 15 മിനിറ്റ് മനയിലേക്ക്. ശ്രീനാഥ് ഓരോന്നാലോചിച്ച് ഡ്രൈവ് ചെയ്യുന്നതിനിടയിലാണ് മറ്റൊരു കാർ വന്ന് ശ്രീയുടെ കാറിനു പിന്നിൽ ഇടിച്ചത്. ഇടിച്ച ആഘാതത്തിൽ ശ്രീയുടെ കാർ മുന്നോട്ട് നിരങ്ങിപ്പോയി. പിന്നിൽ വന്ന് ഇടിച്ച കാർ പിന്നോട്ടെടുത്ത് ശ്രീയുടെ കാറിനെ മറികടന്നുപോയി. ഏതാ ഇവൻ? ശ്രീനാഥ് ദേഷ്യത്തിൽ കാറെടുത്ത് പിന്നാലെ പോയി. ഒരുപാട് തവണ ശ്രീനാഥ് ആ കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും തോറ്റുപോയി. കാളിയാർമനയുടെ മുന്നിലൂടെ ശ്രീയുടെ കാർ മറ്റേ കാറിനെ പിന്തുടർന്നു പോയി. ഭൂമി നടുങ്ങുമാർ ഇടിവെട്ടിത്തുടങ്ങി. ശ്രീ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. പെട്ടെന്നാണ് മുന്നിൽ പോയ കാർ നിന്നത്. സ്പീഡിൽ വന്ന ശ്രീ തന്റെ കാറിനെ നിയന്ത്രിക്കാൻ പണിപ്പെട്ടെങ്കിലും ഒരു വിധത്തിൽ ചവിട്ടി നിർത്തി. ആരാണ് ആ കാറിലെന്നറിയാൻ ശ്രീ തന്റെ കാറിൽ തന്നെ ഇരുന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം കാറിന്റെ ഡോർ തുറന്ന് ഒരു പെൺകുട്ടി പുറത്തേക്കിറങ്ങി. അവൾ നേരെ നടന്നു. ശ്രീ ഡോർ തുറന്നിറങ്ങി. ഈ നേരത്ത് ഇതാരാ? പ്രകൃതി പതിയെ മാറുന്നത് ശ്രദ്ധിക്കാതെ ശ്രീ ആലോചിച്ചു നിന്നു. ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ഇടിഞ്ഞു വീഴാറായ ഒരു പഴയ നാലുകെട്ട് ശ്രീനാഥ് കണ്ടു. ആ പെൺകുട്ടി നാലുകെട്ടിന്റെ പടിപ്പുര കടന്ന് അകത്തേക്ക് പോകുന്നത് ശ്രീ നോക്കി നിന്നു. എന്തെന്നറിയാൻ ശ്രീ അവൾക്ക് പിന്നാലെ പോയി. ശ്രീ ആ പടിപ്പുരയിൽ കാലുവെച്ചതും കാറ്റ് 4 ദിക്കിൽ നിന്നും മാഞ്ഞു വീശി. ശ്രീ വീഴാൻ പോയപ്പോൾ കാലെടുത്തു. ആരെങ്കിലും ആട്ടെ, നമുക്കെന്താ? കാറ്റ് മെല്ലെ കെട്ടിടങ്ങി. ശ്രീനാഥ് കാറിന്റെ അടുത്തേക്ക് നടന്നു. ശ്രീയേട്ടാ! ഒരു നിലവിളി കാറ്റിലൂടെ പറന്നു വന്ന് ശ്രീയുടെ ചെവിയിൽ തുളഞ്ഞു കയറി. ഗൗരി!